ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ, എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ്. അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറും വാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ? അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 7, 8, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. കഴിവറ പോലെ കണ്ട തേവിടിശകൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയോടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക? വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. ഇറങ്ങി വരാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ? എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ല്. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ലേ? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ. വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട. അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും നീ മുറിക്കകത്തേക്ക് കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശ. കണ്ടില്ലേ എന്തൊരു പ്രകാശ. ഓടാ. എന്തേ? അവരെ പന്നി പിടിച്ചു. ആരെ? അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ? ഹരിക്ക് നല്ല പനി. ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം എന്ന് പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ.
ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല, ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ. പെട്ടിട്ടുണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല. ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്. അതേലൊരു 4 വാക്ക് ചോദിക്കട്ടോ? തല്ലിട്ട കടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഇങ്ങ് കിളയി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. അയ്യോ. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ, ചൊല്ലേ, ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇങ്ങു വന്നേ. അവളിപ്പോ 1 അല്ല 2 ആടാ. ആര്? പവിഴം. ബഹളം ഞാനും കേട്ടു. അതെന്താണെന്ന് അറിയാനാ ഞാനിവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം. വേണ്ട. അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാല് ആ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുന്നതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വ മുളയ്ക്കുന്നതും കാത്തിരിക്കേ ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ? ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പയുടെ മക്കളും മച്ചമ്പയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടത് ആരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയായി കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്.
എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ല. പോടാ പോ, നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ എന്താടാ? അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ ഇതെന്താണ് ജയിലോ? അതെ, ജയില് തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഞാൻ പൂട്ടും. ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും. ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കുഞ്ഞിന് സുഖമല്ലേ? പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. என்னங்க என்ன ஆச்சு? மாரிமுத்து எங்கடி? 2 நாளா நான் அவனை பார்க்கவே இல்லைங்க. அந்த குட்டனாய வந்தானா? ஏங்க ஏன் வர தேடுறீங்க? அந்த நாயோட துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு. ஒரு நல்ல காரியத்தை முடிச்சிட்டு வரேன். ഈ കർപ്പൂരം തൊട്ട് നീ അമ്മയോട് സത്യം പറ. നീ പിഴച്ചതാണോ? അതോ ഈ വീട്ടിലുള്ളവർ വല്ലവരും ആണോ നിന്റെ വയറ്റിലുള്ളതിന്റെ തന്ത? പറയടി, സത്യം പറ. നിന്നെ ഞാൻ സഹായിക്കാം. പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്കുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഭാനുമതി, കർപ്പൂരം കാണിച്ചിട്ടുണ്ടായി? ഒന്നും ആയില്ല. ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ? അവക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തോണ്ട് വരാൻ പറ. അവളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പറഞ്ഞു വിട. എന്റെ ഭഗവാനെ, ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി. അല്ലെങ്കിൽ ഒരു 4 അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ. പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ. കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയാളൊന്നും വരാൻ തോന്നിയില്ലേ? അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി. എന്താ കുട്ടി, നീ പോണില്ലേ? നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങുക. പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട. അവരെവിടെ? ബഹളം വെക്കാതെ വേഗം വാ. ഹരി വണ്ടിക്കകത്തുണ്ട്. உன்னை இவ்வளவு சீக்கிரம் சந்திப்பேன்னு நான் கனவுலையும் நினைக்கல. வாமா கண்ணு, வந்து உட்காரு. വാടി ഇങ്ങോട്ട്. കേരടി വണ്ടിയിലും എനിക്ക് ഇത്തിരി ചക്രം കിട്ടുന്ന കേസാ. എങ്ങോട്ടാ? ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ? ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും. എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്കാം.
അവളുടെ അണ്ണൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അണ്ണനോ? അതെ, അണ്ണൻ. അന്ന് വന്ന അണ്ണൻ. ദൈവമേ, ചതിച്ചോ? എന്താ മോനെ പറ്റിയത്? അവരേത് വഴിക്കാ പോയത്? ഒപ്പോടാണെങ്കിൽ വാരിശാല വഴി ഓടിക്കോ. അവര് ജീപ്പിനാ പോയത്. കണ്ണപ്പാ, നേരെ കളയാതെ വേഗം ഓട്. അവിടുത്തെ അവളുടെ അണ്ണൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരുടെ പിറകെ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വാടാ. വേഗം വാടാ. കട്ടപ്പൊണ്ടാട്ടിയ വേലക്കാരിയാവ വെച്ചിരിക്ക. അത് ഞാൻ നോക്കിക്കോളാം. പോടാ പുല്ലേ. ആരാണോ ഹരിയത്തുള്ളത്? അവിടെ നിന്നോ. എടാ പൊള്ളാച്ചി അണ്ണ, മുണ്ട് മുണ്ട്.